Hello guys, welcome back to my YouTube channel. So guys, ഈ വീഡിയോ നമ്മൾ സ്പ്ലിറ്റ് വില്ല 16 കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഷോയാണ് സ്പ്ലിറ്റ് വില്ല 16. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പ്ലിറ്റ് വില്ല കാണുന്നത്. കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ കണ്ടു തുടങ്ങിയാണ്. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ എപ്പോഴും ഈ ഒരു ഷോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഇടയ്ക്ക് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടായി. ഈ ഷോയിൽ ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു കപ്പിളിൻ്റെ ഇടയിലേക്ക് ആ ബോയിൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നു എന്നൊക്കെ ഭയങ്കരമായിട്ട് റൂമർ ഈ ഷോ തുടങ്ങുന്ന സമയം തൊട്ടേ ഉണ്ടായിരുന്നു. ആ ബോയ് എന്ന് പറയുന്നത് യോഗേഷ് റാവത്ത്, ഈ ഒരു എക്സ് റോഡിയാണ്. ഭയങ്കര പെർഫോമറാണ്. നല്ല രീതിയിൽ റോഡി കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടാസ്കൊക്കെ നല്ലോണം ചെയ്യുന്നൊരു പയ്യനായിരുന്നു. സോ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർക്ക് കൂടുതൽ അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ആരായിരിക്കും യോഗേഷിൻ്റെ പേരാവാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഷോയിൽ യോഗേഷ് ആകാംക്ഷ ചൗധരി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റിനെയാണ് പേരാക്കിയത്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരുപാട് ഈ പേരിനെ ഇഷ്ടപ്പെടുകയും യോഗാൻഷ എന്ന് പറയുന്നൊരു ഫാൻഡം സ്പ്ലിറ്റിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു കണക്ഷൻ, ഏറ്റവും നല്ല ജോഡിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു കപ്പിൾ ഭയങ്കരമായിട്ട് ഫേമസായി. വളരെ നല്ല രീതിയിൽ ഒരു ഹൈപ്പ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് യോഗേഷിനും ആകാശിക്കും. ഈ ഒരു സമയത്ത് മറ്റാരും ഒരു തടസ്സമില്ലാതെ ഷോ വിജയിക്കാൻ ചാൻസ് യോഗാൻഷയൊക്കെ ഉണ്ടെന്ന് തന്നെ എല്ലാവരും കരുതിയിരുന്നു. ഈ സമയത്താണ് ഷോയിലെ ട്വിസ്റ്റ്, അതായത് TRP കയറുന്ന ഒരു പരിപാടിയായിട്ട് വന്നത്. അതായത് ഷോയിൽ യോഗേഷിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടായ റുറു ടാക്കൂറിനെ കൊണ്ടുവന്നു. റുറു ടാക്കൂർ ആക്ച്വലി ഈ സമയത്ത് ആ എക്സ് ഗേൾ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും യോഗേഷ് ഭയങ്കര സ്റ്റണ്ടായിട്ടിരിക്കുകയായിരുന്നു. അതായത് പ്രതീക്ഷിക്കുന്നില്ല, കാരണം റുറു സ്പ്ലിറ്റ് വില്ല 15 ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ആ സമയത്ത് അത്ര നല്ല ഹൈപ്പൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ആ പെൺകുട്ടിക്ക് ആൾ ഔട്ടായി പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വളരെ കഴിഞ്ഞ സീസണിൽ കണ്ടതിന് പോയി വളരെ ഓപ്പോസിറ്റായിട്ട് നല്ല, കഴിഞ്ഞ സീസണിൽ അത്ര കാണാനൊന്നും അത്ര ഒരു ഭംഗിയൊന്നും തോന്നാത്തതരം ഒരു ഫുൾ ബാരി ടൈപ്പ് ഒരു കോസ്പ്ലെയർ അങ്ങനെയൊക്കെ ഉള്ള ഒരിതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആക്ച്വലി റുറു ഇസ് വെരി ബ്യൂട്ടിഫുൾ, കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു എപ്പിസോഡ് അതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യോഗാൻഷയുടെ ഒരു കണക്ഷൻ എങ്ങനെയെന്നൊന്നും അത്രയ്ക്ക് നല്ലോണം അറിയില്ലായിരുന്നു. ആൻഡ് പിന്നീട് ഞാൻ കണ്ടു നോക്കി, പക്ഷേ ഐ ഡോണ്ട് നോ വൈ എനിക്ക് ഈ റുറുവിനെയും യോഗേഷിൻ്റെയും പേരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവർ തമ്മിൽ റിയൽ ലവ് ആയതുകൊണ്ടായിരിക്കും കാണാൻ അവർ കെമിസ്ട്രി നല്ലോണം വർക്കായിട്ട് നല്ലത് കാണാനൊക്കെ നല്ലതായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റുറു വന്നപ്പോഴത്തേക്കും അവസാനം യോഗേഷിനെ ചൂസ് ചെയ്യേണ്ടി വന്നു, റുറുവിനെയോ ആകാംക്ഷയോ. കാരണം ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരുടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരാളെ എന്തായാലും പേരായിട്ട് തിരഞ്ഞെടുക്കണം. ഓക്കെ, ചൂസ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് ഒട്ടുമിക്ക ആളുകാരും വിചാരിച്ചിരുന്നത് യോഗേഷ് ആകാംക്ഷ തന്നെയായിരിക്കും മുന്നോട്ട് ഗെയിമിൽ തുടർന്ന് കൊണ്ടുപോകാൻ ചാൻസ് എന്നാണ്. കാരണം അത്രയ്ക്ക് അവരുടെ ആ ഒരു പേര് നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ്. മാത്രമല്ല ആ ഒരു സമയത്ത് ആകാംക്ഷനെ ഡിച്ച് ചെയ്യുകയാണെങ്കിൽ അത് യോഗേഷിൻ്റെ ഗെയിമിനെയും ബാധിക്കും, അത് വളരെ നെഗറ്റീവ് ആക്കുകയും ചെയ്യുന്നു പറയും. പക്ഷേ ഈ കാര്യമല്ല യോഗേഷിന് നന്നായിട്ട് അറിയാം. ഇപ്പം നമുക്ക് ഷോ ഇപ്പോഴാണ് വരുന്നതെങ്കിലും ഇത് ഒരുപാട് നാൾ മുമ്പ് ഷൂട്ട് ചെയ്താണെങ്കിൽ ആ സമയത്ത് തന്നെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു താൻ എന്താ ചെയ്യാൻ പോകുന്നുണ്ട്. യോഗേഷ് നല്ല രീതിയിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതിൽ പ്രേക്ഷകർ എന്നെ എന്നോട് ഒരുപാട് ദേഷ്യവും വെറുക്കപ്പെടുകയും ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം റുറു എന്ന് പറയുന്നത് എൻ്റെ പ്രണയമാണ്. ഞാൻ പുറത്തൊന്നും അവളോട് ഐ ലവ് യു പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ വെച്ച് ഞാൻ പറയണത് എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ വേറൊരാളോട് കൂടെ പെർഫോം ചെയ്യുന്നതൊന്നും കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് റുറുവിനെ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് യോഗേഷ് ആകാംക്ഷനെ ഡിച്ച് ചെയ്ത് റുറുവായിട്ട് പേരപ്പായി. സോ ഈ സമയത്ത് ഈ ഓഡിയൻസിൻ്റെ ഒരു വലിയൊരു സിമ്പതി ആകാംക്ഷയ്ക്ക് കിട്ടി. കാരണം സീസൺ തുടക്കം മുതൽ ആൾക്കാർ അത്രയ്ക്ക് ഒരു യോഗാഷ ഫാൻഡത്തെ ഇഷ്ടപ്പെടുകയും പിന്നീട് ഗെയിമിൻ്റെ പകുതി വെച്ച് അത് ഭയങ്കര അൺഫെയർ ആണ് ആകാംക്ഷയ്ക്ക്. കാരണം പകുതി വെച്ച് തൻ്റെ കണക്ഷൻ അവളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ളൊരു ഗെയിമിനെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല ആകാംക്ഷ യോഗേഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. യോഗേഷിൻ്റെ കാര്യത്തിൽ ഒരു ഫേക്ക്നെസ് ഒന്നും തോന്നിയിട്ടില്ല. അത് യോഗേഷ് പറയുകയും ചെയ്തിരുന്നു. ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ റുറുവും യോഗേഷും തമ്മിൽ പുറത്ത് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിലും യോഗേഷ് ഈ ഷോയിൽ വരുമ്പം റുറുവായിട്ട് ബ്രേക്കപ്പ് ആയിട്ടാണ് വന്നത്. യോഗേഷ് പറയുന്നത് അവർ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്തോ അവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി, റുറു അവൻ്റെ വീട് ഉപേക്ഷിച്ച് പോയി.
അപ്പോൾ ആ സമയത്ത് അവൻ്റെ മനസ്സിൽ അതൊരു ബ്രേക്കപ്പ് ആയിരുന്നു. പക്ഷെ രുരുവിനൊരു ക്ലോഷർ ലഭിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല ഷോയിൽ പിന്നീടാണ് യോഗേഷ് ഷോയിൽ പോയെന്ന് രുരു അറിയുന്നത്. മാത്രമല്ല ഷോ മേക്കേഴ്സ് രുരുവിനെ സമീപിച്ചപ്പോൾ തന്നെ രുരുവിൻ്റെ മനസ്സിൽ യോഗേഷോടെ വലിയൊരു കണക്ഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും. അതുകൊണ്ട് എന്തായാലും അവനെ പോയി യോഗേഷോട് പാച്ചപ്പ് ആവണമെന്ന് വിചാരിച്ചാണ് രുരു ഷോയിൽ വന്നത്. പക്ഷെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇത്രയും വലിയൊരു കണക്ഷൻ ഈ ഷോയിൽ യോഗേഷ് ഉണ്ടാക്കിയിരുന്നത്. സോ അത് രണ്ട് പെൺകുട്ടികൾക്ക് അൺഫെയർ ആയിരുന്നു. ഇവിടെ ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചത് യോഗേഷിൻ്റെ ഭാഗത്തായിരുന്നു. കാരണം യോഗേഷ് ആകാംക്ഷയോട് പറഞ്ഞിട്ടില്ലായിരുന്നു തനിക്കിങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. മാത്രമല്ല ഒരു ക്ലോഷർ ലഭിച്ചിട്ടില്ലായിരുന്നു. സോ അത് ആകാംക്ഷയ്ക്ക് ഭയങ്കര അൺഫെയർ ആയിരുന്നു. സോ പിന്നീട് നമ്മുടെ യോഗേഷും രുരുവും ഈ ഗെയിമിൽ മുന്നോട്ട് പോയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ആകാംക്ഷയെ സംബന്ധിച്ച് യോഗേഷ് ആകാംക്ഷ അങ്ങനെ ഇത് ചെയ്തത് കൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയായിട്ട് മാറിയത്. ഇപ്പോൾ ആകാംക്ഷയുടെ ഫോളോവേഴ്സ് 2.4 മില്യൺ ആണ്. ഷോയിൽ വന്നപ്പോൾ 100K പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു. ഇതൊക്കെ ഈ ഒരു യോഗേഷ് ആകാംക്ഷ ഡിച്ച് ചെയ്തുകൊണ്ട് മാത്രം ലഭിച്ച ഒരു കാര്യമാണ്. കാരണം അത്രയും പ്രേക്ഷകരുടെ ഒരു സിമ്പതി ആകാംക്ഷയിലോട്ട് പോയി. മാത്രമല്ല സീസണിൽ ഒരുപാട് ആകാംക്ഷ എത്രത്തോളം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടോ അതിന് ഇരട്ടി യോഗേഷിനെയും രുരുവിനെ ആൾക്കാർ വെറുക്കുകയും ചെയ്തു. മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഷോ നടന്ന് രുരുവും യോഗേഷും നല്ല രീതിയിൽ പേരപ്പായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുറത്ത് നടക്കുന്ന കോൺട്രവേഴ്സീസ് ഏറെ. കാരണം യോഗേഷും രുരുവും ഇപ്പം ബ്രേക്കപ്പ് ആവാനുള്ളത് കാരണം രുരു പറഞ്ഞത് യോഗേഷും ആകാംക്ഷയും പുറത്ത് വെച്ച് മീറ്റപ്പ് ചെയ്തു, അതായത് റിയൂണിയൻ ചെയ്തു. പക്ഷെ അത് യോഗേഷ് രുരുവിനോട് പറഞ്ഞില്ല. മാത്രമല്ല ഷോയിൽ തന്നെ ആകാംക്ഷയുടെ ബ്രദർ എന്നും പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, സൗരഭ് ബേദി എന്ന് പറയുന്നത്. അയാൾക്ക് എപ്പോഴും ഈ ആകാംക്ഷ യോഗേഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സൗരഭ് ബേദിക്ക് യോഗേഷും ആകാംക്ഷയും തമ്മിലുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവർ തമ്മിൽ ലൈഫിൽ യോജിക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഇത് യോഗേഷിനെ കളിയാക്കി ലൈവിലൊക്കെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് യോഗേഷ് ആകാംക്ഷയുടെ പേര് കേൾക്കുമ്പോൾ ബ്ലഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഈ സമയത്ത് റിയൽ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള രുരു അടുത്ത് നിന്ന് കാണുമ്പോൾ അതെല്ലാം രുരുവിനെ വളരെ മാനസികമായിട്ട് അതൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. ബട്ട് ഇതൊന്നോ യോഗേഷിൻ്റെ ഫ്രണ്ട്സിൻ്റെ വലിയ പങ്കുണ്ട് രുരുവിൻ്റെയും യോഗേഷിൻ്റെയും ആ ഒരു ബന്ധം തകരാൻ വേണ്ടി. ഏതായാലും രുരു യോഗേഷുമായിട്ടുള്ള ബ്രേക്കപ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അതിൽ ആക്ച്വലി രുരു ഈ ഒരു 3 പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആക്ച്വലി ആകാംക്ഷയല്ല, അത് രുരുവാണ്. ആകാംക്ഷ ഒരു 20 days ഉള്ളൊരു കണക്ഷനാണ് ആ ഷോയിൽ. പക്ഷേ രുരുവും യോഗേഷും അങ്ങനെ അല്ലായിരുന്നു. രുരു യോഗേഷിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. മാത്രമല്ല ഷോയിൽ ആൾക്കാർ അവരെ വെറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും യോഗേഷ് ഒരിക്കലും രുരുവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചൊക്കെ കാണുമ്പോൾ തോന്നും ഈ ആകാംക്ഷയുടെ ആ ഒരു ഫാൻഡത്തിനെ യോഗേഷ് ഭയപ്പെടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യോഗേഷ് ആകാംക്ഷയ്ക്കെതിരെ എങ്ങനെയൊന്നും പറയില്ല ആകാംക്ഷ. ബട്ട് യോഗേഷിനെയും രുരുവിനെയും ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നതിലും നേരെ ഓപ്പോസിറ്റ് യോഗേഷ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരിക്കലും യോഗേഷിനെ രുരുവിനെ ഹെർട്ട് ചെയ്യാണ്ടുള്ള ഒരു ന്യായീകരണമായിട്ടൊന്നും മാറുന്നില്ലായിരുന്നു. സോ എന്തായാലും ഇപ്പോൾ അവരുടെ ഒരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ്. സോ ഇന്നലെയായിരുന്നു നമ്മുടെ ഈ സ്പ്ലിറ്റ് വില്ലയുടെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിങ്. ഗ്രാൻഡ് ഫിനാലയിൽ വന്ന 4 കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ രുരു, യോഗേഷ്, ഗുല്ലു കൈറ, ടെയിൻ, സാൻഡി ആൻഡ് സൗരഭ് നിഹാരികയാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെയായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഗുല്ലു കൈറ സീസൺ വിൻ ചെയ്തു എന്ന്. ബട്ട് ഇതുവരെ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷെ ഐ റിയലി വിഷ് യോഗേഷ് ആൻഡ് രുരു should win because they have gone through because അവർ ഒരുപാട് ഈ ഒരു സീസണിൽ ഹേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ ഒരു TRP മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാന കാരണം തന്നെ യോഗേഷാണ്. യോഗേഷ് ഇല്ലായിരുന്നെങ്കിൽ ഈ ആകാംക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ഹൈപ്പ് കിട്ടത്തോ ഇല്ലായിരുന്നു. ഈ സീസൺ തന്നെ ഇത്ര ഒരു ഇതാവത്തില്ലായിരുന്നു. സ്പ്ലിറ്റ് വില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് TRP ലഭിച്ച ഒരു സീസണാണ് സ്പ്ലിറ്റ് വില്ല സീസൺ 16. സോ അതിനൊക്കെ ബദലായിട്ട് അവർ ഈ സീസൺ വിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഹറാസ്മെൻറ്റ് ഒരുപാട് കിട്ടിയിട്ടുള്ള ജസ്റ്റ് 22 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനും പെൺകുട്ടിയാണ്. സോ അവർ വിൻ ചെയ്താൽ നന്നായിരിക്കും. ബൈ ഗൈസ്.